അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കൂട്ടുകാരിയാണ് ഫാത്തിമ, നബിയുടെ മകളാകുന്ന ഫാത്തിമ. ഞാൻ ചെല്ലുമ്പോൾ പൊട്ടിക്കരയുകയാണ്. എന്തിനാണ് ഫാത്തിമ? ആയുബികി യാ ഫാത്തിമ, എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളല്ലേ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവളല്ലേ, എന്തിനാണ് പൊന്നുമോളെ കരയുന്നത്? ഫാത്തിമ ബീവി പറയുകയാണ്, എന്റേതാകുന്ന മയ്യത്ത് കട്ടിൽ കണ്ടിട്ടാണ് കരയുന്നത്. ഈ കാലഘട്ടത്തിലെ മയ്യത്ത് കട്ടിലിന്റെ രൂപമോർത്തിട്ടാണ് കരയുന്നത്. അന്നത്തെ മയ്യത്ത് കട്ടിൽ നമ്മുടെ ഇന്നത്തെ മയ്യത്ത് കട്ടിൽ പോലെയല്ല. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ സ്ട്രക്ചർ ഉണ്ട്, നേരെ കൊണ്ടുവന്ന് കടത്തി 4 പേര് അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകും. ഒറ്റപ്പലകയാണ്, ആ ഒറ്റപ്പലകയുടെ മുകളിലാണ് കിടത്തിക്കൊണ്ടുപോകും. മയ്യത്ത് കട്ടിലതാണ്. പിന്നീടാണ് എന്ത് വന്നത്? മറയുള്ള മയ്യത്ത് കട്ടിൽ വന്നു. ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലതാണ്. അത് സൗദിയിലേക്ക് ആദ്യം വരുന്നത്, മക്കയിലേക്ക് ആദ്യം വരുന്ന ആർക്കാണ്? ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആദ്യം അവരെ പറഞ്ഞു, എന്റെ മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. കാരണം ഈ ഒറ്റപ്പലകയുടെ മേളിൽ നാളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഫാത്തിമയെ കൊണ്ടുവന്ന് കടത്തുമ്പോൾ ആ മയ്യത്ത് കെട്ടിൽ തൂക്കി ആളുകൾ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കും. നോക്കുമ്പോൾ ആളുകൾ പറയും, ആ ഫാത്തിമ ബീവിയുടെ നീളം ഇത്രയായിരുന്നു, വണ്ണം ഇത്രയുണ്ട് എന്ന് കണക്കാക്കപ്പെടാൻ കാരണമായി തീരും. ഞാൻ ഇതുവരെ എന്റെ നഗ്നത അതുപോലെ മറച്ചു നടന്നതാണ്, അത് ഓർത്തിട്ടാണ് എനിക്ക് വിഷമമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. നമ്മളാണെങ്കിലും തുണി തുറന്നിട്ടാണ് നാം കഴിയില്ല. ആ ഒറ്റക്കെട്ടിൽ കിട്ടും ഉസ്താദ് ചോദിച്ചു നടക്കുന്ന തലമുറയാണ് ഇന്നത്തെ തലമുറ. അല്ലാഹു നമ്മളെ കാക്കണം. ഇന്നത്തെ തലമുറ